ഹേ ഹലോ അസ്സലാമു അലൈക്കും. സോ വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ. അപ്പം സമയം 5:29. മെഹന്തി ഡിസൈനൊക്കെ തപ്പിപ്പിടിച്ച് കിട്ടിയപ്പോൾ കുറച്ചധികം ലേറ്റായി. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. ഈദ് മുബാറക്. സോ വോയിസ് നോക്കണ്ട, ആർക്കും വെച്ചില്ല. ഈദ് മുബാറക്. എത്രാമത്തെ അട്ട പറയുന്നത്? ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ സംതിങ് ദർ. പുതിയ ഡ്രസ്സ് ഇടണം. പെരുന്നാളെന്നും പെരുന്നാളല്ല. അവന് പല്ലൊക്കെ തെച്ച് മുഖമൊക്കെ കേക്കിയിട്ട് വരാം. ഓക്കെ, പിന്നെ ഏട്ടന്മാരൊക്കെയും നിസ്കരിച്ച് വരുമ്പോഴത്തേന് മൈലാഞ്ചിയൊക്കെ പൊക്കി കുളിച്ച് മാറ്റി സെറ്റായി നിൽക്കണം. അതിനാണ് നോർമലി ചെയ്യൽ. അത് കഴിഞ്ഞിട്ട് ചിലപ്പം ഫുഡ് കഴിച്ച് കിടന്നുറങ്ങലായിരിക്കും, അല്ലെങ്കിൽ എങ്ങോട്ടേലും പോകാതി. സോ മൈലാഞ്ചി അവിടെ പോയി വരുമ്പോഴത്തേക്കും കുളിച്ച് ചെയ്യണ്ടേ. അപ്പം ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. സോ ഇത് ഈ ഷോൾ എങ്ങനെ ഇടണ്ടെന്നൊരു ഐഡിയ ഇട്ടില്ല. ഒന്നെങ്കിൽ ഇങ്ങനെ ഇടണം, അല്ലെങ്കിൽ മറ്റേ ഷിമ്മർ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എൻ്റെ ഇതിലൊക്കെ ഇതിലും ആർക്കിനൂടെ ഇതൊക്കെ വെച്ചാണ്ട് ഷോളൊക്കെ ഇട്ടിട്ട് തേച്ചാൽ അതൊക്കെ അങ്ങനെ. അടുത്ത ലിപ്സ്റ്റിക് വിളി വരാൻ തുടങ്ങും. ഒച്ചപ്പാടും ബഹളമൊക്കെ ഇപ്പം തുടങ്ങും. വിളി തുടങ്ങി. അപ്പം ഇനി അധികം ടൈമില്ല. ഇപ്പം നേരത്തെ എണീറ്റ് പറഞ്ഞിട്ടും കാര്യമില്ല. ലാസ്റ്റ് വെച്ച് ഇങ്ങനെ കിടന്ന് ഓടിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഇത് അപ്പം റഫ്നൻ്റെ അടുത്ത് കേസ്. സോ ഇവിടെ വന്നിട്ട് കുറച്ച് നേരമായി, ഒരു മണിക്കൂർ 2 മണിക്കൂറായി. ഇവിടെ എത്തിയാലും ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. ബിക്കോസ് ഇവിടെ നിന്ന് ഉറപ്പാണ് തിരക്കിലാവല്ലോ. അതെ, ഓളെടുക്കണ പണിയും കൂടെ ഞാൻ എടുക്കണം. എന്തൊക്കെയാണ്? ബിരിയാണി കഴിച്ചു, പായസം കഴിച്ചു, ജ്യൂസ് കഴിച്ചു. ഇനി പുഡിങ്ങിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഇതിനൊക്കെ എവിടുന്ന സ്പേസ് നിങ്ങൾ നോക്കും, പക്ഷേ പെരുന്നാളാകുമ്പോൾ അതെങ്ങനെ അറിയില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് വയറ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ അടുക്ക് പോകണം. എൻ്റെ അവിടെ പോയിട്ട് അവിടെ നിന്നും ഫുഡ് കഴിക്കണം ഓള്. പിന്നെ ഹനാൻക്ക് പോലൊക്കെ വരാനായിണെന്ന് പറഞ്ഞ്. സോ പുഡിങ്ങും കൂടെ അയച്ചിട്ട് കാക്ക കൂട്ടാൻ വരും പറഞ്ഞിട്ട്. അപ്പം അവൻ്റെ കൂടെ വീട്ടിൽ പോകണം. ഈ പുഡിങ് കാണിച്ചു തരാം ഗൈസ്. ഇത് ചിന്തൂര് ഇത് ചിന്തു. ഓക്കെ, ഇത് ചിന്തു. ഇത് പുഡിങ് ആണ്, പക്ഷെ അരിഞ്ഞോണ്ടുള്ള പുഡിങ്. ചിരിച്ച ചിന്തു. ഇവിടെ റൂമിലും ഹോളിലും പിന്നെ ഇവിടെ ഉള്ള എല്ലായിടത്തും ആൾക്കാർ ഫുള്ളായതുകൊണ്ട് ആകെ ഞങ്ങൾക്ക് ഇപ്പോൾ അവസാനം കിട്ടിയ സ്ഥലം അടുക്കളയാണ്. ഞങ്ങൾ ആരുണ്ട്, ഞങ്ങൾ മാത്രം. ഇതൊന്നും എടുക്കുന്നേ, ഇവിടെ വന്നിട്ട് പായസം ഞാൻ ഒറ്റക്കെടുത്ത് കുടിച്ച്, ജ്യൂസ് ഞാൻ ഒറ്റക്കെടുത്ത് കുടിച്ച്. ഇനി പുഡിങ്ങും കൂടെ ഞാൻ ഒറ്റക്ക് ഇരുന്ന് കുടിക്കേണ്ടി വരും. എടുത്ത് കുടിക്കേണ്ടി വരും. തിന്നല് പ്രശ്നമാണോ രമണ? അത് പലവിടെ ഒരു ഹെൽപ്പ് ചെയ്യണം. രസമുണ്ട്, കാണാൻ രസമില്ലേ? പുഡിങ്ങിൻ്റെ മറ്റേ ടെക്സ്ചർ കിട്ടിയില്ല. ഇതാണ് കൊണ്ടുവച്ചാ അതിന് പറ്റില്ല. പറയില്ലേ കൊണ്ടുവച്ചാ നല്ല മഴയുള്ളൂ. എല്ലാരും ഉണ്ടല്ലോ, ഒരു ബസ് നിറച്ച ആൾക്കാരുണ്ടല്ലോ. ഹലോ, ഇതെന്താ? ഐസ്ക്രീം. നെസ്റ്റിനെ കണ്ടു കണ്ടേ അപ്പുറത്ത് കുറച്ച് കുട്ടികളെ വന്നിട്ടുണ്ടോ? വ്ളോഗിൽ കണ്ടിട്ട് വന്നു. ഇവിടെ സെലിബ്രിറ്റി ഒന്നല്ല കേട്ടോ.
എല്ലാരും പോവാ. ബൈ ബൈ നെഹ്ല വ്ളോഗ്സ്. മതി ബൈ. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. സോ ഇനി ഞാനൊക്കെ ഉപ്പ കൊടുത്തതും ഉമ്മ കൊടുത്തതും ഏയ് ഒച്ചപ്പാടുണ്ടാക്കല്ലേ. അപ്പം ഇന്നത്തെ എല്ലാ കലാപരിപാടിയും കഴിഞ്ഞ് അപ്പോൾ കേസ് ഇന്നത്തെ പെരുന്നാൾ പരിപാടിയൊക്കെ കഴിഞ്ഞാണ്. ഇനിയിപ്പം ഉമ്മൻ്റെ വീട്ടിൽ പോകണം, അതും കൂടെ ഉള്ളൂ. സോ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു, പുറത്തും ഉള്ളിലും ബാക്കിലും എല്ലായിടത്തും ആൾക്കാരായിരുന്നു. കാരണം അവരെ വണ്ടി ഇവിടെ മുന്നിലാണ് വെച്ചത്. അപ്പം അത് കണ്ടുകൊണ്ട് എല്ലാവരും വന്നിട്ട് പിന്നെ ഫുൾ ക്രൗഡായതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാനും പറ്റിയിട്ടില്ല. പിന്നെ അവർക്കുള്ള സാധനം എടുത്തു കൊടുക്കലും മൊത്തത്തിൽ തിരക്കായിപ്പോയി. അപ്പം അവരിൽ എന്തായാലും യൂട്യൂബ് വരും, എനിക്ക് എന്തെങ്കിലും വരും. ഇന്ത്യയിൽ ഇപ്പോൾ ആരും അധികം കാണാൻ ചാൻസ് ഒന്നുമില്ല. സോ ഇന്ത്യയിലും ഇല്ലെങ്കിലും കണ്ടാണ്. എനിവേ ഇപ്രാവശ്യത്തെ പെരുന്നാൾ അടിപൊളിയായി. സോ അത്രയൊക്കെ ഉള്ളൂ. ഇനി ഇൻഷാല്ലാ അടുത്ത ഏതെങ്കിലും വ്ലോഗും കൊണ്ട് വരാം. ഓക്കെ ബൈ.